ഇതേതാ വഴി? ഓ ഓ ഓ ഓ ഗൈസ്, അപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും ലുക്കും നമ്മുടെ രണ്ടുപേരുടെ ബൈക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നൊരു ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം വഴിപോക്കനാണ്, ഹെൽമെറ്റ് ഇല്ലാതെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ ഇടുക്കിയിലോട്ട് വിടുകയാണ്. ഇന്നൊരു ടെൻ്റ് സ്റ്റേ, നാളെ നമ്മളൊരു എക്സ്ട്രീം ലെവൽ ഓഫ് റോഡുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ അങ്ങ് വലിയ ഓഫ് റോഡും കാര്യങ്ങളൊന്നും കാണില്ല. ജസ്റ്റ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മലയിൽ പോയി ടെൻ്റ് അടിക്കണം. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ നമ്മളൊരു ഓഫ് റോഡ് എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ് പോയത്. അതുകൊണ്ടാണ് ബൂട്ടും പാൻറ്റും ജാക്കറ്റും എല്ലാം ഇട്ടോണ്ട് വന്നത് കേട്ടോ. സാധാരണ പാൻറ്റൊന്നും ഇടാത്തതാണ് കുറച്ചുകൂടി കംഫർട്ടിനായിട്ട്. പക്ഷേ ഇത് നല്ല രീതിക്ക് കപ്പും കാര്യങ്ങളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അധികം ആരും അറിയാത്തൊരു ഓഫ് റോഡ് ട്രാക്കാണ് കേട്ടോ. അപ്പം അവിടെ ചെന്നിട്ട് ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോസും കാര്യങ്ങളും നമുക്ക് കാണാം. അപ്പം വരുന്ന വഴിയാണ് ജസ്റ്റ് ഒന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ ഇടുക്കിയിലോട്ട് വിടുകയാണ്. അപ്പം പിന്നെ വിട്ടാലോ? വിടാം. ഓക്കെ. വെയിലൊരു രക്ഷയില്ല കേട്ടോ. മുമ്പൊക്കെ ഇവിടെ വന്നപ്പോൾ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ രക്ഷയില്ല, നല്ല വെയിലാണ്. ഇപ്പോൾ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല തിരക്കുമുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്. ഇവിടെ ഇറങ്ങി കുറച്ച് പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നൈറ്റ് വരെ നമുക്ക് ഒരുപാട് സമയമുണ്ട് കേട്ടോ. അതായത് വേറെ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ട്രയൽസ് കാര്യങ്ങളൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലത്ത് നിർത്തി പയ്യെ നമ്മുടെ ലൊക്കേഷൻ ഏതാണ്? ലൊക്കേഷൻ നമുക്ക് ഒരു പിടുത്തമില്ല, അതിന് കണ്ടുപിടിക്കണം. എവിടെയെങ്കിലും നമുക്കൊരു സ്ഥലം, നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് സ്റ്റേ ചെയ്യും. അതെ. അപ്പോൾ ഈ കാണുന്നത് ഉറുമ്പിക്കര പോണ ആ റൂട്ടാണ് കേട്ടോ. അതായത് ഉറുമ്പിക്കര ഇറങ്ങി വരുന്ന റൂട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വേറെ പോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ടൊക്കെ ചുമ്മാ പോയി കളിച്ചിട്ട് വരാം. ഉറുമ്പിക്കരയൊക്കെ കിടക്കണ അപ്പോൾ നോക്കിയേ എന്ത് സിമ്പിളാന്ന് നോക്കിയാൽ. മുമ്പൊക്കെ ഇവിടെ കയറാനൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മച്ചന്മാർ ജിപ്സിയും ജീപ്പൊക്കെ ആയിട്ട് കയറുന്നു ഇവിടെ. ചുമ്മാ ഫൺ കളിച്ച് പോകാൻ കേട്ടോ. കുറേ ജമ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഫണ്ണായിട്ട് പോയിട്ട് വരാം. ഇതേതാ വഴി? ഇത് അത് വഴിയുണ്ടാ? ഓഫാ, കട്ട് ഓഫാ. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച്. നല്ല വെയിലും ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന സംഭവമാണ്, ഇതേപോലെ ട്രാവലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഡസ്റ്റും സൺടാനും കാര്യങ്ങളൊക്കെ അടിച്ച് എൻ്റെ സ്കിന്നൊക്കെ എങ്ങനെയാണ് ഇതേപോലെ കെയർ ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ഏകദേശം ഒരു 1 year ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് മൂസ്റ്റാക്കിൻ്റെ ഓസിയം ഫേസ് വാഷ് എന്ന് പറഞ്ഞ് ഈ ഒരു പ്രോഡക്റ്റ് കേട്ടോ. സംഭവം നമ്മുടെ പോക്കറ്റിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ അകത്തോ ചെറിയൊരു സ്പേസ് മാത്രം മതി ഇത് കൊണ്ട് നടക്കാനായിട്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിലുള്ള ഡസ്റ്റും ഫുൾ അഴുക്കും റിമൂവ് ആയിട്ട് നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും നമ്മുടെ ഫേസിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വേറെ ക്ഷീണോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഈ ഒരു ഓഷൻ ഫേസ് വാഷിൻ്റെ അകത്ത് സാലിസിലിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആക്നി പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസും വളരെ കുറവാണ്. ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ടുള്ള എൻ്റെ സ്കിന്നും ഉപയോഗിച്ചതിന് ശേഷമുള്ള സ്കിന്നും കൂടി ജസ്റ്റ് നിങ്ങൾ കണ്ടോ, ലൈവായിട്ട് തന്നെ കണ്ടോ. അപ്പോൾ ഈ മൂസ്റ്റാക്കിൻ്റെ ഓഷൻ ഫേസ് വാഷ് നിങ്ങൾക്കും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അല്ലാതെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്തായാലും ഒരു അടിപൊളി പ്രോഡക്റ്റ് ആയിരിക്കും ഇത്. താഴോട്ടൊന്ന് പോയി നോക്കിയാൽ കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത്
എന്തിനാണ് പേര്? മദാമക്കുളത്തിലാണ് കേട്ടോ. നൈസൊരു വെള്ളച്ചാട്ടം ഉണ്ട്, നല്ല തണുത്ത വെള്ളം. ഇവിടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ചില തണുപ്പ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. വേറെ കുറേ 4 വീലർ ഡ്രൈവേഴ്സാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു ടീമിന് ഇവിടെ ഒന്ന് പരിചയപ്പെട്ടതാണ്. അത് മറ്റത് ഒറ്റയ്ക്ക് പോയിരുന്ന് കുളിക്കാം. കൊള്ളാം കാഴ്ച. അപ്പോൾ മദാമക്കുളത്തിൽ പോയി ഒന്ന് ഫ്രഷായി, ഒന്ന് അടിപൊളിയായി കേട്ടോ. വെള്ളവും കാര്യങ്ങളൊക്കെ കുറേ കുടിച്ച് ഈ ജീപ്പിലൊക്കെ വന്ന ചേട്ടന്മാർ കുറച്ച് വെള്ളമൊക്കെ തന്നിട്ടോ. അപ്പോൾ ഒന്ന് ഫ്രഷായി. നമ്മൾ വെള്ളം ബാക്ക് പാക്കിനടുത്ത് ഫില്ലായിരുന്നു. നമ്മൾ വെള്ളം ബാക്ക് പാക്കിൽ ഫില്ലാക്കിയില്ലായിരുന്നു, തളർന്നു പോയതായിരുന്നു കേട്ടോ. ഇവരുള്ളോട്ട് രക്ഷപ്പെട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ഉറുമ്പിക്കര സെൻറ്ററിലോട്ട് പോകണില്ല. നമ്മൾ ഈ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങി നേരെ പുള്ളിക്കാരൻ ഇവിടെയാണ് കേട്ടോ. ഓ ഓ ഓ ഓ കിട്ടി കണ്ടന്റ് കിട്ടി. ആ ജീപ്പിൽ വന്ന ചേട്ടന്മാരെ വീഡിയോഗ്രാഫറാണ് കേട്ടോ. ഇവൻ മാത്രം ബൈക്കിൽ വന്നോളൂ. വരണോ? ആ ഓക്കെ. ആക്സിഡൻറ്റ് പയ്യെ കൊടുത്താൽ മതി, ഫുള്ള് കൊടുക്കണ്ട. വേണോ? അയ്യോ, അവരിത് തന്നെ പരിപാടി. അപ്പോൾ ഉറുമ്പിക്കര അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അടുത്തത്. ഗായ്സ്, അപ്പോൾ കുട്ടിക്കാനത്ത് നിന്ന് ഇറങ്ങി നമ്മളിതാ ഏലപ്പാറയിലോട്ട് പോവുകയാണ് കേട്ടോ. ഓ, സൈഡിലത്തെ വ്യൂ ഒക്കെ നോക്കിയേ. നല്ല ഫോഗുള്ള സമയത്ത് നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഫുൾ കാണാൻ പറ്റില്ല. പകുതി കൂടുതലും ഫോഗ് കാരണം മറിഞ്ഞിരിക്കുകയായിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പം ഈ ഒരു സമയം, അതായത് വൈകുന്നേരമായി, ചെറിയൊരു തണുപ്പുണ്ട്. മുമ്പ് പോയിട്ടുള്ള നമ്മുടെ ശ്രീലക്ഷ്മി പാറ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മലയുണ്ട്. മുമ്പ് പോയിട്ടുള്ള മല തന്നെ, പക്ഷെ അവിടെ ടെൻറ്റ് അടിച്ചിട്ടില്ല. അപ്പം അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ഇത്തവണ ടെൻറ്റ് അടിക്കാനുള്ള ഒരു പരിപാടിയിലോട്ട് നോക്കിയാണ്. ഇങ്ങോട്ട് കയറിപ്പോണ വേറെ ഒന്നുമല്ല, ബേക്കിൽ നിന്നൊരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. നമ്മുടെ വഴിപോക്കനെ കാണാനും ഇല്ല കേട്ടോ. അപ്പം ഇനി അവനെ ക്ലിപ്പിട്ടാൽ അല്ലേ, ഇനിയിപ്പോൾ അവനെ ക്ലിപ്പിട്ടിട്ട് എന്നെ പിടിക്കാൻ വരേണമെന്ന് അറിയാൻ വയ്യ. ഒരു ചെറിയൊരു കൺഫ്യൂഷൻ. അപ്പം അത് കാണാൻ ഒതുക്കി വെച്ചതാണ്. കുഴപ്പമില്ല, വഴിപോക്കനെ പിടിച്ചിട്ടില്ല. അവൻ തൂ പോണം. നമ്മൾ ഈ ഒരു സമയത്താണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീലക്ഷ്മി പാറയുടെ ഓപ്പോസിറ്റുള്ള പാറയില്ല, അവിടെ ഇപ്പം കയറ്റി വിടത്തില്ലെന്ന് പറയണം. അവിടെ എന്തോന്നാ ഗേറ്റ് വെച്ച് അടച്ചു വെച്ചിരിക്കണമെന്നാണ് കേട്ടോ പറഞ്ഞാൽ. എന്തായാലും നമ്മൾ അവിടെ വരെ പോയി നോക്കിയാണ്. അഥവാ അവിടെ കിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ കയറുന്ന ആ ഒരു ശ്രീലക്ഷ്മി പാറയിൽ തന്നെ പോവേണ്ടി വരും. സംഭവം ടാസ്ക് അതൊന്നുമല്ല. നമ്മുടെ കയ്യിൽ ഒരു പൊതി ഇരിക്കുന്നത്, നമുക്ക് മുകളിൽ കയറിയിട്ട് മലയുടെ മുകളിൽ കയറിയിട്ട് കഴിക്കാനുള്ള അൽഫാമിൻ്റെ പൊതിയൊക്കെയാണ് അവൻ്റെ ഇരിക്കുന്നത്. അപ്പം അവിടെ കയറുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഈ ഒരു ലഗേജും കൊണ്ട് കയറുന്നത്, കയ്യിൽ പൊതിയും കൊണ്ട് കയറുന്നത് ചിലപ്പോൾ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഓഫ് റോഡ് പ്രശ്നമൊന്നുമില്ല. നമ്മൾ അവിടെ കയറുമ്പോൾ അറിയാമോ, അവിടെ കയ്യിരിക്കുന്നുണ്ടല്ലേ, അങ്ങനെയാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പൊട്ടി താഴെ പോകണമെന്നോ. വാഗമണിൽ നമ്മൾ രാവിലെ വന്നപ്പോൾ ഒരു പൊണ്ണാക്കം കണ്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് റോഡ് നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. കോട ഇങ്ങനെ റോഡ് തന്നെ ശരിക്കും കാണാൻ വയ്യ. ഈ ഒരു ഫോഗ്ലൈറ്റ് ഇല്ലെങ്കിൽ പെട്ടേനെ. ഫോഗ്ലൈറ്റ് ഇല്ലാതെ ഞാൻ ജസ്റ്റ് റോഡ് കാണിച്ചു തരാം. ഓക്കെ, ഹെഡ്ലൈറ്റിൻ്റെ വെട്ടത്താണ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എല്ലാ കളർ ആയതുകൊണ്ടാണ് നമുക്ക് റോഡ് കുറച്ചെങ്കിലും നല്ല രീതിക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമ്മളെ ശ്രീലക്ഷ്മി പാറ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് നമ്മളപ്പം ഓഫ് റോഡ് അടിച്ച് മോളിൽ കയറി പോവുകയാണ്. റിസ്ക് എടുക്കാറ്
ഡ്രോപ്പാ അയ്യോ സവായി പോയി ഫ്രണ്ട് പൊങ്ങിയല്ലേ ഇത് ഇരട്ടി ടാസ്കാ അയ്യോ ഫൈനലി നമ്മൾ നമ്മുടെ ലക്ഷ്മി പാറയുടെ ടോപ്പ് ഇതാ കയറിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ലൈറ്റ് നിങ്ങൾക്ക് ഗോപ്രയുടെ കാണാൻ പറ്റത്തില്ല, ഞാൻ ഫോൺ എടുത്തിട്ട് കാണിച്ചു തരാവേ. അല്ലേ ഇടുക്കി ഫുള്ള് നമുക്ക് ഈ മലമുകളിൽ നിന്ന് നമുക്ക് ചുറ്റിനും കാണാനായിട്ട് പറ്റും കേട്ടോ. ചുറ്റിനും ലൈറ്റാണ്. അങ്ങ് അറ്റത്തൊക്കെ നോക്കി ഒരു കൂടി ലൈറ്റും കാര്യങ്ങളും. ടെൻ്റൊക്കെ അതാ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. 2 ടെൻറ്റ് കൊണ്ടുവന്ന് ഒന്നിൽ നമ്മളെ ബൂട്ടും നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താക്കി ഒതുക്കി വെച്ചേക്കാണ് കേട്ടോ. ടെൻ്റ് ഇവിടെ സെറ്റാക്കി. ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ കോടയും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കൊന്നും നാളെ രാവിലെ എനിക്ക് നല്ല രസമായിരിക്കും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. കുറച്ച് നേരം എഴുന്നേറ്റിട്ട് പിന്നെ തണുപ്പ് കാരണം വീണ്ടും അകത്ത് കിടന്നതാണ് കേട്ടോ. സൺസെറ്റ് കാണിച്ചു തരാം. സൺസെറ്റ് അല്ല, സൺറൈസ് കാണിച്ചു തരാം. സോറി. നോക്കി സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് നിൽക്കുകയാണ് കേട്ടോ. നല്ല ഒരു ഓറഞ്ച് കളറിൽ നിൽക്കുകയാണ്. എന്തായാലും അടിപൊളി നൈറ്റായിരുന്നു. ഒറ്റ മനുഷ്യല്ലായിരുന്നു കേട്ടോ ഈ ഭാഗത്ത്. ഇന്നലെ നൈറ്റ് ഒറ്റ ആൾക്കാരില്ലായിരുന്നു. ഞാനിവർ മാത്രമേ ഉള്ളായിരുന്നു. ഫുൾ ഫ്രീഡം ആയിരുന്നു നമുക്ക്. നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ഒരു മലകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നലെ നൈറ്റ് കണ്ട ലൈറ്റും കാര്യങ്ങളൊക്കെ ഇല്ലേ ആ ഭാഗത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വിശ്വസിക്കുമോ? അവിടെ ഫുള്ള് ഇപ്പോൾ മലകൾ മാത്രമേ ഉള്ളൂ കാണാനായിട്ട്. ഇന്നലെ നൈറ്റ് ഫുള്ള് ഓരോ സംഭവങ്ങളായിരുന്നു. അവിടെ താഴെ ഒരു ചെറിയൊരു വാട്ടർഫാൾസ് നമുക്ക് കാണാനായിട്ട് വരും കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് സത്യത്തിൽ. കണ്ടില്ലേ, ചെറിയൊരു വാട്ടർഫാൾസ് കാണാം. സൺറൈസ് ആണ് മെയിൻ ഇവിടുത്തെ ഹൈലൈറ്റ്. സാധാരണ ഈ സമയത്തൊക്കെ കുറെ ജീപ്പ് ഇവിടെ വാഗമണുള്ള ആൾക്കാരെയും കൊണ്ട് ജീപ്പിൽ സവാരി ഇവിടെ വരേണ്ടതാണ്. രാവിലെ ആരെയും കണ്ടിട്ടില്ല. രാവിലെ കുറച്ച് ബൈക്കിലും ജീപ്പിലൊക്കെ വന്ന കുറെ മച്ചന്മാരൊക്കെ ആ പാറയുടെ മുകളിലൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളെ വഴിപോക്കൻ്റെ വണ്ടിയിൽ ഇന്നലെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അതിൻ്റെ ക്യാരിയറൊക്കെ ഒടിഞ്ഞു പോയി. അപ്പം അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പഴയ ക്യാരിയർ നമുക്ക് കൊറിയർ അയച്ച് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പം ഹാൻഡ് കാർഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സെറ്റാണ്. അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ അപ്പം അടുത്ത ട്രയൽസ് പോവുകയാണ്. വലകെട്ട് മല, അതാണ് സ്പോട്ട്. ഒരു എക്സ്ട്രീം പുതിയ സ്ഥലം. ഒരു അതെ വലകെട്ട് മല, അതാണ് പുതിയ സ്ഥലമാണ്. ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് റോഡ് ആണെന്ന് പറയണം. നമ്മൾ മുമ്പ് മാതാമല പോയതിൻ്റെ അതിനപ്പുറം ഒരു ഓഫ് റോഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അപ്പം ആ ഒരു ഓഫ് റോഡിലേക്ക് പോകാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ട്. ഇനിയിപ്പോൾ രാവിലെ ഈ ഒരു ഓഫ് റോഡ് ഇറങ്ങി നമ്മൾ ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മൾ മലയിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോകൾ ഉൾക്കൊള്ളിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ 2 സ്ഥലത്ത് പോകുന്നുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് സെപ്പറേറ്റ് ഒരു എപ്പിസോഡ് ആക്കാം. അടുത്ത എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് വീഡിയോ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് പാക്കപ്പ് ചെയ്യട്ടെ. ഓക്കെ, ലക്ഷ്മി പറയുന്നത് താഴോട്ട് ഇറങ്ങാനായിട്ട് പോവുകയാണ്. ഫുൾ സെറ്റായി, എല്ലാം ഓക്കെ ആയി. വിടാം. ഓക്കെ, ഇപ്പോൾ അടുത്തത് നമ്മൾ പോകാനായിട്ട് പോകണം വലകെട്ട് പാറ എന്ന് പറഞ്ഞൊരു പുതിയൊരു ഓഫ് റോഡ് ട്രാക്കിലാണ്. ഒരു എക്സ്ട്രീം ലെവലാണ്. അപ്പോൾ എന്തായാലും ആദ്യത്തെ വീഡിയോ നിങ്ങൾ ആരും മറക്കാതെ കാണുക. വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ട്രാവൽ പോകുന്ന സമയത്തൊക്കെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു കിടിലൻ പ്രോഡക്റ്റാണ് മൂസ്റ്റാക്കിൻ്റെ ഓഷ്യൻ ഫേസ് വാഷ് കേട്ടോ. അപ്പം അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ടയർഡായിട്ട് നിൽക്കുന്ന സമയത്തായാലും ഒന്ന് ഫേസൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നേരത്ത് ഒരു അടിപൊളി ഫ്രഷ്നെസ് കിട്ടും. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്തോ. ഇപ്പോൾ നമ്മൾ അടുത്ത് പോകാനായിട്ട് പോകുന്നത് വലകെട്ട് പാറയിലാണ്. ഒരു എക്സ്ട്രീം ലെവലാണ്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. ആദ്യം നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ടായിരിക്കും നമ്മൾ കയറാൻ പോകണം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ഗായ്സ്. അതുവരെയ്ക്കും ഗുഡ് ബൈ.